ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം, ഇത് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ജീവിത യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു കാര്യം പറയാം. ഞാൻ എന്തുകൊണ്ട് ഹിന്ദു എന്ന് അഭിമാനിക്കുന്നു? കാരണം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിഞ്ഞനുഭവിക്കാൻ പറ്റുന്ന ജീവിത സുഖങ്ങളെയാണ്, സന്തോഷത്തെയാണ്, സംതൃപ്തിയാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത്. മരണാനന്തരമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചും ഗീതയിൽ പഠിപ്പിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ. അതാണ് ഇതര മതങ്ങളിൽ നിന്നും ഭഗവത്ഗീതയ്ക്കുള്ള വ്യത്യാസം. ഇന്ന് കുറേ യുവാക്കളും യുവതികളും വിദ്യാഭ്യാസമുള്ളവർ, ഈവൻ ഡോക്ടേഴ്സ്, എനിക്കതാണ് അത്ഭുതം. അവരൊക്കെ തീവ്രവാദ കണ്ണികളിലേക്ക് പെട്ടുപോയി, വീണുപോയിട്ട് അവർ എത്ര തെറ്റായിട്ടാണ് ജീവിതത്തെ കാണുന്നത്. മരണാനന്തര ഒരു സ്വർഗം, അവിടെ കള്ളും പെണ്ണും, ഇതൊക്കെ ഇങ്ങനെ അനുഭവിക്കുക. ആലോചിച്ച് നോക്കൂ, എന്തൊരു അത്ര ബോധാവസ്ഥയിൽ ജീവിക്കണം, എന്നാലേ അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. മരിക്കുന്ന സമയത്ത് ശരീരം ഇവിടെ വിട്ടു, സത്ത് പോയി, അതിലെ സത്ത് പോയി കഴിഞ്ഞു. നമ്മൾ ചത്തുപോയി എന്ന് പറയുന്നു, സത്ത് അതിന്ന് വിട്ടു. ഈ ശരീരം മണ്ണിൽ ചേർന്നു. നിങ്ങളത് ഖബറടക്കിയാലും കത്തിച്ചാലും അൾട്ടിമേറ്റ്ലി അത് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് ഭൂമി പോകും. അപ്പോൾ ഈ ശരീരം ഇല്ലാതെ എന്ത് കള്ളാ കുടിക്കാൻ നമ്മൾ അവിടെ ചെന്നിട്ട്? ശരീരമില്ലാതെ നിങ്ങൾ ആരുടെ കൂടെ ഡാൻസ് കളിക്കും? ശരീരമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ അന്ധമായി വിശ്വസിക്കണം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു ശരീരം ദൈവം തരുന്ന. ഈ ശരീരം വിട്ടുപോയ സത്ത് സ്വർഗത്തിലെത്തുമെന്ന് എന്ത് യുക്തിയുണ്ട്? അത് സ്വർഗം തന്നെയാണെന്ന് നിങ്ങൾക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കാരണം ശരീരം വിട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതാണ് സ്വർഗം എന്നുള്ളത്? പിന്നെ ഭൂമിയാണ് സ്വർഗം എന്നുള്ളത് എൻ്റെ യുക്തി വളരെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എനിക്ക് എൻ്റെ പറയാനുള്ളത്, ഞാൻ ഇവരുടെയൊക്കെ വാദങ്ങളെ സ്വീകരിക്കാൻ, ഞാനൊരു മതപരമായിട്ടുള്ള ചർച്ചയല്ല പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാൻ, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ അവർക്ക് സ്വർഗത്തിൽ ഒരു ശരീരം കൊടുക്കുന്നു. എന്നാൽ അവർക്ക് എന്തുകൊണ്ട് കരുതിക്കൂടാ ഇവിടെ ദൈവം തമ്പുരാൻ ഇതിനു മുമ്പ് അവരുണ്ടായിരുന്നു എന്നും അവരുടെ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ ആ സത്തിന്, ജീവന് ഇവിടെയാണ് സ്വർഗമായിട്ടൊരു ശരീരം കൊടുത്തതെന്ന് എന്തുകൊണ്ട് ധരിച്ചുകൂടാ? സ്വർഗത്തിൽ കിട്ടുമെന്ന് ധരിക്കുകയാണെങ്കിൽ ഭൂമി കിട്ടുമെന്ന് ധരിച്ചൂടെ? അതല്ലേ കുറച്ചുകൂടി നല്ല. കാരണം ഇപ്പോൾ ഉണ്ടെന്ന് ഉറപ്പുണ്ടല്ലോ നമുക്ക്. അല്ലല്ല, അത് വേറെ കിട്ടും അത്രേ. മാഷേ, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ നാളെ പറയാൻ പോകുന്നതറിയോ? അതല്ല സ്വർഗം, അവിടുന്ന് പോയാൽ വേറൊരു സ്ഥലത്ത് സ്വർഗമുണ്ടെന്ന്. കാരണം നിങ്ങൾ സ്വർഗമെന്ന് കരുതുന്നത് നാളെ എവിടെയോ ആണ്. അപ്പം നാളെ നിങ്ങൾക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ പറയും അവിടെയല്ല, നാളെയാണ്. ഈ നാളെ നിങ്ങളിൽ അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അന്ധതയിലേക്ക് വീഴരുത്. ശാസ്ത്രീയമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, യുക്തിനിഷ്ഠമായിട്ട് ഇവിടെ ജീവിതം സ്വർഗീയമാക്കും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഉറപ്പുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഇവിടെയല്ലേ നേരെയാക്കി എടുക്കേണ്ടത്. അതിന് പകരം ഇവിടെ മുഴുവൻ ആകെ അസ്വസ്ഥമാക്കി വിരോധവും വിദ്വേഷവും പകയും കുട്ടിപ്പകയും ക്രൂരതയും അക്രമവും കാണിച്ച് മരണാനന്തരം ദൈവം അവിടെ ശരീരം കൊടുക്കുന്നു, അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ, എന്നിട്ട് ആടിപ്പാടി നടക്കത്ര ശരീരം. നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ യുക്തിപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ ദൈവത്തിനാ ഇവിടെ അച്ഛനെയും അമ്മയും തന്നത്? ദൈവത്തിന് സൃഷ്ടിക്കാൻ അത്രയും ശക്തിയുള്ള ആളാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാതെ സ്വർഗത്തിൽ ദൈവത്തിന് ശരീരം തരാൻ പറ്റുമെങ്കിൽ ഇവിടെയാണ് തന്നൂടെ? അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ പോലും ദൈവം ഇതുവരെ ഉണർത്തിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും മതം പഠിക്കുന്ന ആളുകൾ എന്തിനാ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റഡ് ആവുന്നു? ദൈവം ഉണർത്തിക്കോളും, ദൈവം രോഗം മാറ്റിത്തരും. നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിലുടനീളം നിങ്ങൾ ആശുപത്രികളിലൂടെ കടന്നു നോക്കൂ. ഓരോ ആശുപത്രിയിലും
ഈ മതവിശ്വാസികളാണ് കൂടുതലുള്ളത്. ഏത് മതമാവട്ടെ, എല്ലാം ദൈവം ശരിയാക്കുമെന്ന് പറയുന്ന കൂട്ടരാണ് കൂടുതൽ. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ. അതിനൊക്കെ ഇവർക്ക് സയൻസ് വേണം. ക്യാൻസർ വന്നാൽ ക്യാൻസറിനെ ചികിത്സിക്കാൻ അത് സയൻറ്റിഫിക്കലി അറിഞ്ഞ ഡോക്ടർ വേണം. അതിനൊക്കെ ദൈവം സർവശക്തനായിട്ടൊന്നും ചെയ്യില്ല എന്നവർക്കറിയാം. അപ്പോൾ പിന്നെ നാളെ നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ ഈ സർവശക്തൻ നിങ്ങൾക്ക് ശരീരം തരുന്നുള്ളതിന് എന്തുറപ്പുണ്ട്? ഇവിടെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യം അവിടെ എങ്ങനെ ഉറപ്പ് കിട്ടും? യുക്തിപരമായി ചിന്തിക്കൂ, ശാസ്ത്രീയമായി ചിന്തിക്കൂ. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് വീഴരുത്. ജീവിച്ചിരിക്കുമ്പോൾ ഇഹൈവ, നമ്മൾ പഠിക്കും കൂടുതൽ. ഗീതയിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇഹൈവ പ്രാക് ശരീര വിമോക്ഷണാൽ, ഈ ശരീരം വീഴുന്നതിന് മുമ്പ്, നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇവിടെ സ്വർഗമാക്കാം, ഇവിടെ സന്തോഷമുള്ളതാക്കാം, ഇവിടെ ജീവിതം ആസ്വദിക്കാം. അതിനെന്താണ് വേണ്ടത്? സ്വർഗമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സന്തോഷവും ശാന്തിയും സമാധാനവും സംതൃപ്തിയും മറ്റുള്ളവർക്കും സന്തോഷമുള്ള ഒരു എൻവയറമെൻ്റ് ഉണ്ടാക്കുക, ഒരു ചുറ്റുപാടുണ്ടാക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗീതയിലെ 3-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകത്തിലാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കത് പൂർണ്ണമാക്കാം. ശ്ലോകം ഒന്നുകൂടി നോക്കാം നമുക്ക്. 30-ാമത്തെ ശ്ലോകം. മയി സർവാണി കരേമാണി സന്യസ്യധ്യാത്മചേതസാം നിരാശീ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്യ വിഗതജ്വരം. മയി സർവാണി കർമാണി സന്യസ്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭഗവാനിൽ സർവകർമ്മങ്ങൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നാൽ ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം എന്നല്ല, നാം സങ്കല്പിച്ചിരിക്കുന്ന കുറേ രൂപങ്ങൾ എന്നല്ല. ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിയാമകൻ. ഈ ശരീരം പ്രവർത്തിക്കുന്നതിന് കാരണം ചില നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ടാണ്. ആ നിയമത്തെ പ്രകൃതി നിയമം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നിയമം എന്താണെന്ന് ഇപ്പോഴും ശാസ്ത്രലോകം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിയമം എന്നൊരു വാക്ക് അവർ ഉപയോഗിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ഗ്രാവിറ്റി, ലോ ഓഫ് ദാറ്റ്, ലോ ഓഫ് ദിസ്, ലോ ഓഫ് നേച്ചർ, ഒക്കെ ലോ. വാട്ട് ഈസ് ദിസ് ലോ? എന്താണ് ഈ ലോ? നിയമം. എന്താണ് അത്? നിയമം. എന്ത്? അത് തന്നെ. അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആഴങ്ങളിലേക്ക് നാം കടക്കുമ്പോഴാണ് നിയമം എന്നത് ബോധപ്രജ്ഞയാണ്, ബോധശക്തിയാണ്. കാരണം ബോധത്തിന് മാത്രമേ സങ്കല്പശക്തിയുള്ളൂ, ബോധത്തിന് മാത്രമേ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ചിന്തിപ്പിക്കാനുള്ള, പ്രേരിപ്പിക്കാനുള്ള ശക്തിയുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നത് നിങ്ങൾ അന്ധമായി എടുക്കണ്ട. നിങ്ങളൊരു ഭാഗത്തിരിക്കുന്നു, സ്വസ്ഥമായിട്ടിരിക്കണോ? ഇരിക്കുന്നു എന്ന് ചിന്തിച്ചത് ശരീരമാണോ? ഒന്ന് ചോദിക്കുക. കയ്യോ കാലോ വയറോ നെഞ്ചോ തലയോ? ആരാണ് നിങ്ങൾ ഇരിക്കണം ചിന്തിച്ചത്? ഈ തല പോലും നിവർന്നിരിക്കണം. തലയോട് പറയണം നിവർന്നിരിക്കണം. തലയാണോ തീരുമാനിക്കുന്നത്? കണ്ണടയ്ക്കണം. കണ്ണാണോ തീരുമാനിക്കുന്നത്? അപ്പം ഇതെല്ലാം ചിന്തിക്കാൻ കഴിയുന്ന ഒരു ബോധ മനസ്സും ബുദ്ധിയും നമുക്കുണ്ട്. ഇനി ആ മനസ്സും ബുദ്ധി എന്ന് പറയുന്നതോ ബോധമെന്നൊരു ശക്തി ഉള്ളത് കൊണ്ടാണത് പ്രവർത്തിക്കുന്നത്. ബോധമില്ലെങ്കിലോ അതിനും പ്രവർത്തനമില്ല. അപ്പോൾ ഈ നിയമങ്ങൾ അനുസരിക്കുന്നു ഈ ശരീരം എന്ന് പറയുമ്പോൾ ചില സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പ്രേരണകൾ ഈ ശരീരം അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ബോധശക്തി ഉള്ളത് കൊണ്ടാണ്. ആ ബോധശക്തിയെ നമ്മൾ നിയാമകൻ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, മറ്റുള്ളവർ സൃഷ്ടാവെന്ന് വിളിക്കുമ്പോൾ, കർത്താവെന്ന് വിളിക്കുമ്പോൾ നാം നിയാമകൻ, പരമകാരണൻ, കാരണനേകൻ, പരൻ എന്നൊക്കെ രാമായണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ അർത്ഥത്തിൽ ഭഗവാൻ എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്നു. അപ്പോൾ ആ കാരണഭൂതനായിരിക്കുന്ന നിയാമകനായിരിക്കുന്ന ഭഗവാൻ, ആ ശക്തിയെ നമുക്ക് നേരിട്ട് ഗ്രഹിക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് നാം ആ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ശക്തിയിലേക്കെത്താൻ ശക്തി തന്നെ പിടിക്കണം. ശക്തി കൊണ്ടേ ശക്തിയിലേക്കെത്താൻ പറ്റുള്ളൂ.
ശക്തിയിലേക്ക് എത്തണമെങ്കിലും ശക്തി വേണം. അപ്പം അതിനെന്ത് വേണം? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാണായാമ പരിശീലനം. അപ്പം മനസ്സ് ശാന്തമാവും. ശാന്ത മനസ്സുകൊണ്ട് നമുക്കൊരു കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റും. ശാന്ത മനസ്സിന് പ്രതിരോധ ശക്തി കൂടുതലാണ്. മറ്റുള്ളവർ പറയുമ്പോൾ അത്ര പെട്ടെന്ന് എടുത്തുചാട്ടമുണ്ടാവില്ല. മറ്റുള്ളവർ പറയുന്നതിനെ അവർ പറയാനുണ്ടായ കാരണം എന്തായിരിക്കും? അവരുടെ പ്രക്ഷുബ്ധതയ്ക്ക് കാരണം അവരെന്തോ ഡിസ്റ്റേബ്ഡാണ്. അപ്പോൾ നമുക്ക് വളരെ പക്വതയോടുകൂടിയിട്ട് പെരുമാറാൻ നമുക്ക് സാധിക്കും. അവരുടെ മനസ്സിൻ്റെ ശ്രദ്ധ അവരിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ ചില ടെക്നിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരിതൊക്കെ പഠിച്ചു വെച്ചാൽ പരസ്പരമുള്ള കുറേ ബഹളങ്ങൾ ഒഴിവാക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ബഹളം വെക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് കുറേ കൺസേൺഡാണ്. ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പം ഷൗട്ട് ചെയ്യണത്. പക്ഷേ ഭർത്താവ് അത് ഈഗോ തലത്തിലെടുത്തു കഴിഞ്ഞ് തിരിച്ച് പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയൊക്കെ പേരും തറവാടൊക്കെ വിളിച്ചു പറയും. അത് ഒന്നുകൂടി കലി. കാരണം ചില വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോണ്ടല്ലോ, ആ ഹെർട്ട്, ആ വേദന മറക്കാൻ പറ്റില്ല അവർക്ക്. ഓ, നിങ്ങളെൻ്റെ അച്ഛനെ പറഞ്ഞു, നിങ്ങളെൻ്റെ അമ്മയെ പറഞ്ഞു, നിങ്ങളെൻ്റെ തറവാടിനെ പറഞ്ഞു, നിങ്ങളെൻ്റെ അത് പറഞ്ഞു, ഇത് പറഞ്ഞു. അത് വളരെ വലിയ ഇഷ്യൂ മാറും. ഇപ്പം തന്നെ നമുക്ക് കാണാം, മതപരമായിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാക്കുന്ന ഇഷ്യൂസ്. ഞങ്ങളുടെ മകത്വത്തെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ വളരെ സെൻസിറ്റീവായിട്ട് പെരുമാറാതെ, എന്താണ് അവരങ്ങനെ പറയാൻ കാരണം? എന്തോ ചില കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ച് നടന്നില്ല. അത് പറയാൻ അവസരം കൊടുത്തിട്ടും അവരുടെ മനസ്സിനെ അവരറിയാതെ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകാനും. ഒരാൾക്ക് കഴിവുണ്ടെന്ന് വയ്ക്കട്ടെ, ആ വീട്ടിലെവിടെയാണ് പ്രശ്നങ്ങളുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പുസ്തകം നോക്കി പഠിക്കാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്തെടുക്കുക തന്നെ വേണം. അവിടെയാണ് ജീവിത വിജയം. അപ്പം അതിന് നമ്മുടെ ശ്രദ്ധ നല്ലതിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, മനസ്സിനെ ഒന്ന് ശാന്തമാക്കണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, പ്രാണായാമം, ദീർഘമായിട്ട് ശ്വാസം എടുക്കുക വിടുക. പ്രണവം വളരെ നീട്ടി ഓങ്കാരം ചെറിയ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഉള്ളിലൊരു മൂളലോടുകൂടി പ്രാക്ടീസ് ചെയ്യുക. ഇനി മൂന്നാമത്തതാണ്, നാം ശക്തിയാണ് ഈശ്വരൻ എന്ന തിരിച്ചറിവ്, ബോധം. ആരാണ് ഈശ്വരൻ? നിയാമകൻ, എല്ലാം പ്രവർത്തിക്കാൻ പ്രേരണ കൊടുക്കുന്ന ശക്തി, ബോധശക്തി. ഒരു ശക്തിയാണ് ഈശ്വരൻ. ഞാനൊരു ശക്തിയിലാണ്. ശക്തി ഉണ്ടെങ്കിലേ എന്തും ചലിക്കുള്ളൂ. ശക്തി തന്നെയാണ് ചലനമായി മാറുന്നത്. ഒരു സാധനം ചലിക്കുന്നുവെങ്കിൽ അത് ശക്തി ഉള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് ശക്തി. അപ്പോൾ ഈ ശരീരം പ്രവർത്തിക്കുന്നു, അതിൻ്റെ പിന്നിൽ അത്ഭുതകരമായ ശക്തിയുണ്ട്. ആ ശക്തി നാം നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അങ്ങോട്ട് തീരുമാനിക്കുക. ഒരു ശക്തിയിലാണ് എൻ്റെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാനത് തളരാൻ അനുവദിക്കില്ല. നല്ല ചിന്തകളിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചുവിടും. അപ്പം നല്ല ചിന്തകളിലേക്ക്, ആ നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് പ്രചോദനകരമായ പല മഹാന്മാരുടെ ചരിത്രം. ഗാന്ധിജിയെപ്പോലുള്ളവർ തളരാതെ നടന്ന ചരിത്രം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചത്. അങ്ങനെ ഓരോരുത്തരും ഇതെൻ്റെ ശക്തിയാണ്, കരുത്താണ്. ആ കരുത്ത് മറ്റുള്ളവരെ തളർത്തുന്നതിലല്ല, മറ്റുള്ളവർ തളർത്തുമ്പോൾ തളരാതിരിക്കുന്നതിൽ കാണിക്കണം. അതിന് കുറച്ച് നിങ്ങൾ ജപം പരിശീലിച്ചാൽ നല്ലതാണ്. കാരണം ഗാന്ധിജിയൊക്കെ ആ ശക്തി ആർജിച്ചത് രാമനാമ ഈസ് എ ഇൻഫാലിബിൾ ക്യൂർ ഓഫ് മൈ എക്സ്പീരിയൻസ് എന്ന് ഗാന്ധിജി പറയട്ടെ. എപ്പോഴും രാം രാം രാം, മരിക്കുമ്പോഴും രാം രാം രാം. ഈ ശക്തി നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്നത് മന്ത്രങ്ങളിലൂടെ ആയിരിക്കണം. കാരണം മനസ്സിൻ്റെ ശക്തി, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തയാണ്. നാം വേണ്ടാത്ത
അലവലാതി ചിന്തകൾ ചിന്തിച്ചാൽ അബലയായി, ചപലയായി, ദുർബലയായി തളരാം. തളരാത്ത ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് തളരാത്ത ചിന്ത? അതാണ് നമ്മുടെ മന്ത്രങ്ങൾ. തളരാതിരിക്കാൻ ധ്രുവനോട് പറഞ്ഞത് എങ്ങനെ അറിയോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. പ്രഹ്ലാദൻ്റെ കഥ പഠിക്കും ഭാഗവതത്തിൽ. നാരായണായ നാരായണായ നാരായണായ. രാമായണം എല്ലാവർക്കും പരിചയമുള്ളതല്ലേ? രാമരാമേതി ജപിക്കുകയും. പാവം രാമാന്ന് പോലും ജപിക്കാൻ പറ്റില്ല, മരാമരാന്ന് ജപിക്കുകയെന്നാണ്. ഞാനത് രാമരാമെന്നാക്കി പറഞ്ഞു മാത്രം. ആ മന്ത്രശക്തി ഇത് നമ്മൾ ശീലിക്കണം. രാവിലെ ഒരു 108 പ്രാവശ്യം, രാത്രി വൈകുന്നേരം സന്ധ്യയ്ക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 108 തവണ ഞാൻ ജപിക്കും. അത് നമ്മുടെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുക. നിങ്ങളെവിടെയൊക്കെ ഡിസ്റ്റേബ്ഡ് ആവുന്നുണ്ടോ കണ്ണടച്ച് ഒരു 5 മിനിറ്റ് ആ മന്ത്രത്തെ മനസ്സിൽ ജപിക്കുക. ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞാൽ മറ്റേ ചിന്തയിൽ നിന്നും ഡിറ്റാച്ചഡായി ഊർവാരുകമിവ ബന്ധനാത് മുക്ഷീയം, മുക്തമായി. അതാണ് ഭഗവാൻ പറയുന്ന മൈ സർവാണി കർമാണി സന്യസ്യ. എന്നിൽ എല്ലാ കർമ്മങ്ങളും സന്യസിക്കുക. അപ്പം നോക്കൂ, പ്രാണായാമം, പ്രണവം, മന്ത്രജപം, ഇതൊന്ന് പരിശീലിച്ച് നോക്കൂ. ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടും. മനസ്സിനെ മന്ത്രത്തിലേക്ക് സമർപ്പിച്ച്, എന്നിട്ട് മന്ത്രത്തിൽ നിർത്തണമെന്നല്ല, കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരിക. സർവാണി കർമാണി. പിന്നെ എന്ത് ചെയ്യണം? അധ്യാത്മചേതസ്സോടുകൂടി ചെയ്യുക. അധ്യാത്മചേതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ നമുക്കെപ്പോഴും ഓർമ്മ വേണം. അധ്യാത്മം എന്ന് പറഞ്ഞാൽ അതിലൊരു ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക ഭാവങ്ങളുണ്ട്. എന്താണ് ഈ 3 ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി അത് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുണ്ടോ അത് അത്രമാത്രം ശ്രേഷ്ഠമാവും. അപ്പം ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട്, അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. ഞാൻ ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം പിടികിട്ടാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ട്രാൻസ്ഫറായി പോകുന്നവരാണ്. അപ്പം ഇവരുടെ മുന്നിലുള്ള ഫയലുകളെക്കുറിച്ച് വളരെ വലിയ വ്യക്തതയൊന്നും ഇവർക്കുണ്ടാവില്ല. ഈ എഴുതി വെച്ച നോട്ട്സുകളൊക്കെ വായിച്ചിട്ടുണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയവും അതാണ്. ഇപ്പം തൻ്റെ മുന്നിലിരിക്കുന്ന ഫയലുകൾ എന്താണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, ക്ലാസ് എടുത്തു കൊടുക്കാനുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. കാര്യം ഇത് വായിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു കോടതിക്ക് ഒരു വക്കീലിനെ കൊണ്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ വക്കീലിൻ്റെ ആവശ്യമില്ല, ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കിയാൽ മതി എന്നുണ്ടെങ്കിലോ. വാസ്തവത്തിൽ നമുക്കിന്ന് അതാണ് വലിയൊരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇനിയിപ്പോൾ ടെക്നോളജിയുടെ കാലമല്ലേ, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഓരോ ഫയലുകളും എന്താണെന്ന് വളരെ ഡീറ്റെയിലായിട്ട് പഠിച്ച് അതിനെ റെക്കോർഡ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടേക്കുക. അപ്പം അവിടെ പോസ്റ്റിംഗ് വരുന്ന ഉദ്യോഗസ്ഥൻ ഈ വീഡിയോ കണ്ടിരിക്കണം നിർബന്ധമാക്കുക. ഇതെന്താണ് ഈ ഫയലിൻ്റെ ഉള്ളടക്കം, ഇതെന്തൊക്കെയാണ് ഇതിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന കാര്യം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് ഒരു തവണ മനസ്സിലാക്കുമ്പോൾ ഫയൽ തീരുമാനിക്കാൻ പെട്ടെന്ന് സാധിക്കും. ഇത്രയും ഡിലേ ആവശ്യമില്ല. ഇതുപോലെ കോടതി കേസുകളും 3 കൊല്ലം കൂടുമ്പോൾ ജഡ്ജ് മാറും. അപ്പോഴേക്കും ആ ഫയൽ ഈ അട്ടിയായിട്ടുണ്ട്. പല പെറ്റീഷൻസും സബ് പെറ്റീഷൻസും അതിൻ്റെ മുകളിൽ റിവ്യൂ പെറ്റീഷൻസും വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇതെന്താണെന്നൊന്ന് വായിച്ചു നോക്കി ആർക്കിത്ര ക്ഷമയുണ്ട്? പ്രത്യേകിച്ചൊന്നും മനസ്സ് മുഴുവൻ മൊബൈൽ അഡിക്ഷനിൽ വീണിരിക്കുകയാണ്.
വളരെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുകയാണ്. കലിയുഗം വരുന്തോറും റെസ്റ്റ്ലെസ് മൈൻഡുകളാണ്. അപ്പോൾ റെസ്റ്റ്ലെസ് മൈൻഡിനെ വായിച്ചൊരു കാര്യം പഠിപ്പിക്കാൻ പ്രയാസമാണ്. അപ്പം നമുക്കിന്ന് ടെക്നോളജിയുടെ കൂടെ പോവേണ്ടിയിരിക്കണം. അപ്പോൾ വീഡിയോസ് ആക്കിയിട്ട് ഇത് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനെയും ജഡ്ജിനെയും പഠിപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഫയൽ, ഇതിൽ ഇന്നതാണ് കേസ്, ഇന്നതാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്, ഇനിയുള്ള പ്രശ്നങ്ങൾ ഇതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം ജഡ്ജ് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കുറവുകളാണ് പലരുടെയും ജീവിതം കോടതികളിലും ഗവൺമെൻറ് ഓഫീസുകളിലും അങ്ങനെ തളർന്നു പോകുന്നത്. കുറേ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം പറ്റുന്നു എന്നല്ലാതെ നിങ്ങൾ ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥനോടും ആത്മാർത്ഥമായി ഇപ്പം നമ്മൾ സെൻസർ എടുക്കുന്ന പോലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് എടുക്കുക. നിങ്ങളുടെ മുന്നിലുള്ള ഫയലുകൾ എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിലെത്ര പെർസെൻറ്റേജ് ഫയലുകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ട്, ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ അങ്ങനെയായിരുന്നോ, എന്നാൽ ഞങ്ങൾക്കത് മനസ്സിലായില്ല. നോക്കണേ, 2-3 വർഷം അവിടെ കിടന്ന ഫയലുകൾ അവർക്ക് അറിയില്ല എത്ര. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എത്ര ആളുകൾക്ക് ഈ വ്യക്തതയില്ലാതെ ഇതെന്നിട്ട് ഇങ്ങനെ കൊമിഞ്ഞു കൂടുക. കാരണം അവർ വന്ന സമയത്ത് എന്തെങ്കിലും ഒരു പുതിയ കേസ് വന്നാൽ, കേസ് മീൻസ് എന്തെങ്കിലും കാര്യം വന്നാൽ അത് അവർ ഡിസ്പോസ് ചെയ്യും. കാരണം അവർക്കത് വ്യക്തതയുണ്ട്. പഴയത് അവിടെ തന്നെ കിടക്കും. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അധ്യാത്മചേതസ്, അതായത് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ബോധം. രണ്ടാമത്തത്, ഒരു കാര്യത്തെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഗുണഭോക്താക്കളായി കുറേ ആളുകൾ. കാരണം എത്രമാത്രം ഡിലേ ആവുന്നു അത്രമാത്രം നമ്മുടെ സാമ്പത്തികവും ഒക്കെ ഡിലേ ആവുകയാണ്. അപ്പം നമ്മൾ ഏത് കാര്യവും വേഗത്തിൽ ഡിസ്പോസ് ചെയ്യാൻ സാധിച്ചാലേ ഒരു രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ. അപ്പം ആദ്യം തനിക്കതിനെക്കുറിച്ചുള്ള അറിവ്, ആ കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ അറിവ്. 2, ഗുണം. മൂന്നാമത്തത്, അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്ര പുരോഗതി. വ്യക്തികൾക്കുണ്ടാകുന്ന ഗുണം, രാഷ്ട്രത്തിനുണ്ടാകുന്ന ഗുണം, നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി. ഈ 3 അധ്യാത്മചേതസ്. ഞാനൊന്നുകൂടി വ്യക്തമാക്കാം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാനൊരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആരാണ് സമർപ്പിച്ചത്, ആ വ്യക്തികൾക്കുണ്ടാകുന്ന ഗുണം, സ്ഥാപനമായിരിക്കാം എന്തായിരിക്കാം, അവർക്കുണ്ടാകുന്ന ഗുണം, അതിലൂടെ ലോകത്തിനുണ്ടാകുന്ന പ്രയോജനം. ഈ തരത്തിൽ എല്ലാവർക്കും പ്രയോജനകരമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഭംഗിയായി നിറവേറുമ്പോൾ, എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമ്പോൾ എത്രമാത്രം ആത്മസംതൃപ്തി. അത് തന്നെയല്ലേ വലിയ സ്വർഗീയമായ ജീവിതം. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശീലിക്കണം എന്നതിവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ ശ്ലോകം നമുക്കൊന്നുകൂടി അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.